നമ്മളെ മിക്കവർക്കും എന്തെങ്കിലും ഡൗട്ട് വന്നാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നമ്മൾ നേരെ പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അങ്ങനെയാണ് ഈ ഗൂഗിൾ സെർച്ച് എന്നുള്ള വേർഡ് തന്നെ വന്നിട്ടുള്ളത്. ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ചോദിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഗൂഗിൾ തരും. പക്ഷേ AI വന്നതോടെ ഇതിനെല്ലാം മാറ്റം വന്നിരിക്കുകയാണ്. AIയുടെ സെർച്ച് എഞ്ചിനാണ് ഈ പെർപ്ലെക്സിറ്റി എന്ന് പറയുന്നത്. ഈ സെർച്ച് എഞ്ചിനിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഗൂഗിളിനോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൈഡ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇനി ജോലിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്നത് ലിങ്ക്ഡിനിലൂടെയാണ്. ഇതിനും ഒരു AI പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. അത് അടുത്ത കൊല്ലമായിരിക്കും ആ ഒരു പ്ലാറ്റ്ഫോം വരിക എന്നുള്ളതാണ് AI ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നെറ്റിലെ പല കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്യാൻ ആപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. ഈ ആപ്പുകളിൽ പലതിനും AI പതിപ്പുകൾ ഒരുങ്ങുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സ്പോട്ടിഫൈയുടെ AI DJ, സ്നാപ്ചാറ്റിൻ്റെ മൈ AI, മൈക്രോസോഫ്റ്റിൻ്റെ കോപൈലറ്റ്, അങ്ങനെ ഒരുപാട് എണ്ണമാണ് ഇപ്പോൾ വരുന്നത്. AI പ്ലാറ്റ്ഫോമുകളെല്ലാം വരുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പ്ലാറ്റ്ഫോമുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ള കാര്യം.